പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ചില സീസണിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. നാം അങ്ങ് എക്സോസ്റ്റഡ് പോവും പലതും ചെയ്ത്. അതായത് വി ആർ ക്യാരിയിങ് ടൂ മച്ച് എന്ന് നമുക്ക് തന്നെ അറിയാൻ പറ്റും. നമ്മൾ ക്ഷീണിക്കുന്നുണ്ടെന്ന് നമുക്ക് തന്നെ അറിയാൻ പറ്റും. ശരീരത്തിന് ക്ഷീണമുണ്ടെന്ന്, തളർച്ചയുണ്ടെന്ന് നമുക്ക് തന്നെ അറിയാൻ പറ്റും. ആ സമയത്ത് നമ്മുടെ പ്രാർത്ഥനാ ജീവിതമൊക്കെ കുറഞ്ഞു പോകാറുണ്ട്, അല്ലേ? നമ്മൾ എഴുതുന്നവരാണെങ്കിൽ അതൊക്കെ കുറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാകും. ഞാൻ പറയട്ടെ, റിലീസ് വാട്ട് ഈസ് ഇൻ യോഴ്സ് ടു ക്യാരി ആൻഡ് ഇൻവൈറ്റ് ഗോഡ്സ് പീസ് ആൻഡ് ഹീലിംഗ്. പ്രൈസ് ഗോഡ്. ദൈവം അതിന് നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് സങ്കീർത്തനം 55:22, Psalm 55:22. നിൻ്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോവാൻ അവൻ ഒരു നാളും സമ്മതിക്കത്തില്ല. ദൈവത്തിലെ നിനക്ക് പറ്റുന്നതേ നീ ചെയ്യാൻ ഒരുമ്പിടാവുള്ളൂ. ചിലപ്പോൾ നിൻ്റെ ഭവനത്തിനകത്തുള്ള നിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് ആകാം, അത് ചിലപ്പോൾ ഇമോഷണൽ ലേബറാകാം. മാനസികമായിട്ട് വൈകാര്യമായിട്ട് ചിലതൊക്കെ നിനക്ക് വഹിക്കേണ്ടതായിട്ട് വരും. അതുപോലെ ചില ദുഃഖങ്ങൾ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാതെ വണ്ണം ചില കുഴച്ചിലുകളിൽ നീ ആയിപ്പോകാം. നിൻ്റെ പ്രതീക്ഷകൾ മങ്ങിപ്പോകുന്ന അവസ്ഥകൾ വരുമ്പോൾ അതിൻ്റെ ഭാരം അത് നീ ചിലപ്പോൾ വഹിക്കേണ്ടി വരും. കുഞ്ഞേ, നീ എക്സോസ്റ്റഡായിട്ട് എല്ലാ വിധേനയും മുന്നോട്ട് നീ നിൻ്റെ ജീവിതം തള്ളി നീക്കുവാണോ? നിൻ്റെ വിചാരം എന്തുവാ? ഈ ലോഡ് എപ്പോഴേലും തന്നെത്താൻ അതിൻ്റെ ഭാരം എനിക്ക് വേണ്ടി കുറച്ച് തരും? ഇല്ല കുഞ്ഞെ, ഒരിക്കലും അങ്ങനെ നടക്കത്തില്ല. ഞാൻ പറയട്ടെ, നിനക്ക് റിലീഫ് കിട്ടണമെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് ഞാൻ പറയാം. നീ അക്നോളജ് ചെയ്യണം നീ എത്രമാത്രം ഭാരം നീ ഇപ്പോൾ വഹിക്കുന്നുണ്ട്, എത്രമാത്രം നിനക്ക് കഴിയുമെന്ന്. പലപ്പോഴും ഭാരമില്ലെന്ന് നീ അങ്ങ് പ്രിറ്റൻഡ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റിയെന്നറിയാമോ? നീ ക്യാരി ചെയ്യുന്ന ബേർഡൻ ഒന്നുകൂടെ നിനക്ക് ഹെവിയായിട്ട് തീരത്തേ ഉള്ളൂ. എല്ലാ സ്ട്രഗിളും ദൈവം കാണുന്നുണ്ട്. ഉറക്കം വരാത്ത രാത്രി, ഉറങ്ങാൻ പറ്റാത്ത രാത്രി ദൈവം കാണുന്നുണ്ട്. കുഞ്ഞെ, നീ പൊഴിക്കുന്ന ഓരോ തുള്ളി കണ്ണുനീരും അവൻ കാണുന്നുണ്ട്. നമ്മുടെ ദൈവം കാണുന്നുണ്ട്. ഗോഡ് ഡസൻറ്റ് എക്സ്പെക്റ്റ് യു ടു ക്യാരി ഇറ്റ് അലോൺ. ഒറ്റയ്ക്ക് നീ അതെല്ലാം വഹിക്കണ്ട കേട്ടോ. അതുകൊണ്ട് നീ ഒന്ന് പോസ് ചെയ്ത് നിൻ്റെ ഹെവിനെസ്, നിൻ്റെ ഭാരം എന്താണെന്ന് നീ ഒന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. നിൻ്റെ സ്ട്രെങ്തിൽ ഒരിക്കലും നീ അത് ഷോൾഡർ വഹിക്കാമെന്ന് നീ കരുതരുത്. പ്രൈസ് ഗോഡ്. സത്യം എന്താണെന്ന് നീ മനസ്സിലാക്കണം. നിനക്ക് ആശ്വാസം ലഭിക്കണമെങ്കിൽ ഈ നല്ല കർത്താവിലൊന്ന് ചാരിയെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. ഈ കർത്താവിൻ്റെ സപ്പോർട്ട് ചോദിച്ച് മേടിച്ചെങ്കിൽ മാത്രമേ കുഞ്ഞെ നിനക്ക് ആശ്വസിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ ഒരു വാക്യം എൻ്റെ പ്രിയപ്പെട്ടവരുടെ ചിന്തയിൽ കൊണ്ടുവരട്ടെ. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 34-ാമത്തെ വാക്യം. മാത്യു ചാപ്റ്റർ 6:34 ഇങ്ങനെ പറയുന്നു: അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്, നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ. അതത് ദിവസത്തിന് അന്നന്നത്തെ ദോഷം മതി. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, പലപ്പോഴും കൂടുതൽ ഭാരം ക്യാരി ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? പ്രൈസ് ഗോഡ്. നീ അത് വേണമെന്ന് വെച്ചിട്ട് കോൺസ്റ്റൻ്റായിട്ടുള്ള ഹല്ലേലൂയ മെൻ്റൽ ആൻഡ് ഇമോഷണൽ സ്ട്രഗിള് നിനക്കപ്പോൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. നിൻ്റെ ഹൃദയത്തിന് പോലും ഭാരം നിനക്ക് തോന്നും. നിൻ്റെ ബോഡിക്ക് വേദന തോന്നും. നീ സ്ട്രെസ്സിൻ്റെ കീഴിലാണെന്ന് നിനക്ക് തന്നെ മനസ്സിലാകും. അതുകൊണ്ട് അല്പസമയം മാറിയിരിപ്പാൻ, ചിന്തിപ്പാൻ ഒക്കെ നീ നിനക്ക് തന്നെ ഒന്ന് പെർമിഷൻ കൊടുത്തേ പറ്റത്തുള്ളൂ. ചെറിയ നിൽപ്പ്, സ്മോൾ പോസസ്, ഒന്ന് മാറിയിരിക്കണം. മാറി ഒന്നിരുന്നൊന്ന് ചിന്തിക്കണം. അതായത് ക്വയറ്റായിട്ട് ഹല്ലേലൂയ ഡീപ് ബ്രെത്തൊക്കെ എടുത്ത് ഇരുന്ന് നിൻ്റെ ഹൃദയം, നിൻ്റെ മനസ്സൊക്കെ നീ ഒന്ന് റീസെറ്റ് ചെയ്യണം. ഹല്ലേലൂയ. അങ്ങനെ നീ ഒന്നും പെർഫോം ചെയ്യാതെ, ഒന്നും ഫിക്സ് ചെയ്യാതെ, ഒന്നും പ്രൂവ് ചെയ്യാൻ പോകാതെ നിന്നെ തന്നെ ഒന്ന് റെസ്റ്റിലാക്കി
ഒന്ന് റീസെറ്റ് ചെയ്യുവാൻ നീ അനുവദിച്ചു കൊടുക്കുമ്പോൾ മാത്രമേ കുഞ്ഞെ നിന്നിൽ ഹീലിംഗ് നടക്കത്തുള്ളൂ. അതിന് നീ ഒന്നൊരുങ്ങാൻ പറ്റുമോ? അതിന് നിനക്ക് നിന്നെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? 1 പത്രോസ് 5-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം, 1 Peter chapter 5 verse 7, അത് ഇങ്ങനെയാണ് പറയുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. തീർച്ചയായിട്ടും വളരെ പരിചിതമായിട്ടുള്ള വാക്യങ്ങളാണ് ഞാൻ പറയുന്നത്. അവൻ നിങ്ങൾക്കായി കരുതുന്നതായാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഒത്തിരി ബേർഡൻസ് നീ ക്യാരി ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം ഇല്ല. നീ നാണക്കേട് വരുമെന്നോർത്തോ അല്ലെ മറ്റ് ചിലരുടെ പ്രതീക്ഷകൾക്കൊത്തവണ്ണം ഒന്നായിത്തീരാൻ വേണ്ടിയോ ഒക്കെയാണ് നീ പലപ്പോഴും ക്യാരി ചെയ്യുന്നത്. അത് നിൻ്റെ സ്പിരിറ്റിനെ ക്ഷീണിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് നിനക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന കാര്യം നീ ക്യാരി ചെയ്യുവാൻ്റെ ഗുണം സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നില്ല, അവനോട്ട് അനുവദിക്കത്തുമില്ല. അതുകൊണ്ട് നീ അതങ്ങ് വിട്ടുകളയണം. ലെറ്റിങ് ഗോ ഈസ് ആൻ ആക്ട് ഓഫ് കറേജ്. ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമേ അത് വിട്ടുകളയാൻ നിനക്ക് പറ്റത്തുള്ളൂ. അതിൻ്റെ അർത്ഥം നീ നിൻ്റെ റെസ്പോൺസിബിലിറ്റി ചെയ്യുന്നതിൽ നിന്ന് മാറിപ്പോവാൻ, നീ നിൻ്റെ റെസ്പോൺസിബിലിറ്റി ചെയ്യുന്നതിനകത്ത് തോൽവി വരുത്തുമെന്നൊന്നും അല്ല അതിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നിൻ്റെ ലിമിറ്റ് നീ മനസ്സിലാക്കി, നീ തിരിച്ചറിഞ്ഞ് നീ ദൈവത്തിൽ അങ്ങ് ആശ്രയിക്കുക, ദൈവത്തെ അങ്ങ് ട്രസ്റ്റ് ചെയ്യുക. എന്തുവാ? അവന് മാത്രം ക്യാരി ചെയ്യാൻ പറ്റുന്ന കാര്യം നീ ക്യാരി ചെയ്യാനായിട്ട് അനുവദിക്കുക. എന്നിട്ട് നീ എന്ത് ചെയ്യണം? നീ നിൻ്റെ കരങ്ങളെ ഫ്രീ ആക്കണം. നിൻ്റെ കരങ്ങളെ നിനക്ക് ഫ്രീ ആക്കി കൊടുത്തെങ്കിൽ മാത്രമേ യേശു കർത്താവിൻ്റെ സ്നേഹം, അവൻ്റെ റെസ്റ്റ്, അവൻ്റെ ഗൈഡൻസ് ഒക്കെ നിനക്ക് റിസീവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ട് ദ പ്രാക്ടീസ് ഓഫ് റിലീസ് ചെയ്യുക, വിട്ടുകളയുക. അത് നീ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിക്കേ. പ്രൈസ് ഗോഡ്. അൺനെസസറി ആയിട്ട് നീ എന്തൊക്കെയാണ് പിടിച്ച് വെച്ചിരിക്കുന്നത്? പ്രൈസ് ഗോഡ്. നീ ദൈവത്തെ ഒന്ന് വിളിച്ച്, ദൈവത്തെ ഒന്ന് ഇൻവൈറ്റ് ചെയ്തേ. ഹല്ലേലൂയ. ഒന്ന് എഴുതി വെക്കാമോ? ഹല്ലേലൂയ. നിനക്ക് വിട്ടുകളയാൻ പറ്റുന്ന കാര്യങ്ങളൊന്ന് എഴുതി വെച്ച്, എന്നിട്ട് നീ അതോർത്ത് പ്രാർത്ഥിച്ച്, എന്നിട്ട് നിൻ്റെ ഷോൾഡറിൽ നിന്ന് അതെടുത്ത് നീ അതിനെ മാറ്റിക്കളയുന്നതായിട്ട് നീ അതിനെ കഴിവുള്ളവൻ്റെ കയ്യിൽ, ഹല്ലേലൂയ, ചെയ്ത് പൂർത്തീകരിക്കുവാൻ, ജയകരമായി പൂർത്തീകരിക്കാൻ കഴിയുന്നവൻ്റെ കയ്യിൽ നീ ഏൽപ്പിച്ചു കൊടുക്കുന്നത് നീ ഒന്ന് മനസ്സിൽ കണ്ടേ. തീർച്ചയായിട്ടും അത് നിൻ്റെ ജീവിതത്തിന് ഒരു വലിയ ആശ്വാസവും വിടുതലും തരും. പ്രൈസ് ഗോഡ്. സഭാപ്രസംഗി 4-ാം അധ്യായം അതിൻ്റെ 9-10 വാക്യങ്ങൾ. എക്ലീസിയാസ്റ്റിക് ചാപ്റ്റർ 4 വേഴ്സസ് 9 and 10. അത് ഇങ്ങനെ പറയുന്നു: ഒരുവനേക്കാൾ ഇരുവർ ഏറെ നല്ലത്, അവർക്ക് തങ്ങളുടെ പ്രയത്നത്താൽ നല്ല പ്രതിഫലം കിട്ടുന്നു. വീണാൽ ഒരുവൻ മറ്റവനെ എഴുന്നേൽപ്പിക്കും, ഏകാകി വീണാലോ അവനെ എഴുന്നേൽപ്പിപ്പാൻ ആരുമില്ലായകൊണ്ട് അവന് അയ്യോ കഷ്ടം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഒത്തിരി കാര്യം നീ ലോൺലിയായിട്ട് നീ ഒറ്റയ്ക്ക് ക്യാരി ചെയ്യാറുണ്ട്. പ്രൈസ് ഗോഡ്. പക്ഷെ ഞാൻ പറയട്ടെ, നീ നിൻ്റെ ജീവിതത്തിൽ ഒറ്റയ്ക്ക് നടന്നു തീരാനുള്ളതല്ലല്ലോ നിൻ്റെ ജീവിതം. ദൈവം നിനക്ക് ബന്ധങ്ങൾ തന്നിട്ടില്ലേ? ദൈവം മെൻറ്റേഴ്സിനെ തന്നിട്ടില്ലേ? ദൈവം കൗൺസിലേഴ്സിനെ തന്നിട്ടില്ലേ? നിന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മനസ്സിലാക്കമുള്ളവരെ ദൈവം തന്നിട്ടില്ലേ? അവരിൽ നിന്നൊക്കെ നീ ഒരു ഹെൽപ്പ് റിസീവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വീക്ക്നെസ് അല്ല, അത് ഇറ്റ് ഈസ് വിസ്ഡം. ഹല്ലേലൂയ. നിനക്കൊരു ആശ്രയിക്കാൻ പറ്റുന്ന, ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു ഫ്രണ്ട് കാണണം, ഒരു കോച്ച് കാണണം, അല്ലെങ്കിൽ ഒരു തെറാപ്പിസ്റ്റ് കാണണം. ഒന്നുമില്ലെങ്കിൽ കുഞ്ഞെ, ദൈവം താനായി തന്നെ നിന്നെ ഗൈഡ് ചെയ്യും. എങ്ങനെയാണെന്നറിയാമോ? പ്രാർത്ഥനയിലൂടെ. ഹല്ലേലൂയ. നിൻ്റെ ചുറ്റുമുള്ള ആൾക്കാരെ നീ മനസ്സിലാക്കണം. ടൂൾസ് എന്തൊക്കെയാണ് ഉള്ളതെന്ന് നീ മനസ്സിലാക്കണം. അതൊക്കെ നിൻ്റെ ലോഡ് ലൈറ്റൻ ചെയ്യുവാൻ, കുറയ്ക്കുവാൻ നിന്നെ സഹായിക്കും. നീ അതേലങ്ങ് ചാര്. ഹല്ലേലൂയ. നീ സഹായം ചോദിക്കുക. ലെറ്റ് യുവർ കമ്മ്യൂണിറ്റി, ഹ്യൂമൻ ആൻഡ് ഡിവൈൻ, വാക്ക് അലോങ് സൈഡ് യു. അങ്ങനെ നമ്മൾ സപ്പോർട്ട് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ, പ്രൈസ് ഗോഡ്, നമുക്ക് ഹീലിങ്ങിന് സമയം കിട്ടും, ക്ലാരിറ്റിക്ക് സമയം കിട്ടും, പുതുക്കപ്പെട്ട ശക്തി ദൈവം നിനക്ക് തരും. എല്ലാത്തിനും നിനക്ക് ചിലപ്പോൾ ഉത്തരം കിട്ടിയെന്ന് വരത്തില്ല, പക്ഷേ നിനക്ക് നിലനിൽക്കുവാനും സന്തോഷത്തോടെ മുന്നോട്ട് പോകാനും ആവശ്യമാകുന്ന കറേജ് ദൈവം തരും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഒരു വാക്യം കൂടെ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, കാത്തിരിക്കുന്നതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത് നല്ലതാണ്. യെശയ്യാപ്രവചനം 40-ാം അധ്യായം അതിൻ്റെ 29-31 പറയുന്നത്: യഹോവയെ കാത്തിരിക്കുന്ന ശക്തിയെ പുതുക്കോർ, കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. പറ്റുമോ? ഹല്ലേലൂയ. വെയിറ്റ് മനസ്സിലാക്കി അത് അക്നോളജ് ചെയ്തിട്ട് ഒന്ന് പോസ് ചെയ്ത് അത് റിലീസ് ചെയ്തിട്ട് നീ
നീ സപ്പോർട്ടും കൂടെ റിസീവ് ചെയ്യുവാണെങ്കിൽ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, ഒന്നും നിനക്ക് ഹെവിയായിട്ട് തോന്നത്തില്ല. നിൻ്റെ മനസ്സിന് ഒരു പുതുക്കം നിനക്ക് കൊടുക്കുവാൻ തക്കവണ്ണം കഴിയും. ഹല്ലേലൂയ, ഒരു പെർഫെക്ഷനിലേക്ക് കർത്താവ് നിന്നെ നടത്തും. അതുകൊണ്ട് സന്തോഷത്തോടെ മുന്നോട്ടുള്ള ജീവിതം നയിപ്പാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോട്ട്. ഹല്ലേലൂയ, നിൻ്റെ ജേർണിയിൽ ചലഞ്ചസ് വരും. ഹല്ലേലൂയ, പക്ഷേ ഓർത്തോണം, നീ അതൊറ്റയ്ക്ക് ക്യാരി ചെയ്യരുത്. ഹല്ലേലൂയ, don't carry them alone. God and those He provides will walk with you. ഹല്ലേലൂയ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, ഹല്ലേലൂയ, എൻ്റെ ബോർഡനെല്ലാം വഹിപ്പാൻ തക്കവണ്ണം നീ എനിക്ക് കൂടെ ആൾക്കാരെ തന്നിരിക്കുന്നതിനാൽ സ്തോത്രം. നീ കൂടെ ഉള്ളതിനാൽ സ്തോത്രം. നീ എൻ്റെ ആത്മാവിനെ സ്ട്രെങ്തൻ ചെയ്യണമേ. എൻ്റെ ഹൃദയത്തെ റിന്യൂ ചെയ്യണമേ. കർത്താവേ, സമാധാനത്തോടെ ധൈര്യത്തോടെ മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം ആവശ്യമാകുന്ന കൃപ തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ഘടനാൽ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.